ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അധികം ക്രീമൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണ വല്ല കേക്കിന് റെസിപ്പി ഉണ്ടോ. അതുപോലെ തന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രീം ഒന്നും ഇല്ലാണ്ട് ക്രീമിൻ്റെ ആ ഒരു എഫക്റ്റ് കേക്കിൽ വരുന്ന വല്ല കേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്ന് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ റെസിപ്പി നമ്മൾ ചെയ്യാൻ പോണത്. ഒരു ഇറ്റാലിയൻ റെസിപ്പിയാണ് ട്രെസ് ലെച്ചസ് കേക്ക്. സോ വെൽക്കം ബാക്ക് ടു കേക്ക് ആൻഡ് ഫ്ലേക്സ്. അപ്പോൾ ഈ ഒരു ട്രെസ് ലെച്ചസ് കേക്കിൽ ഞാൻ അവസാനം ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ക്രീം അധികം ഇഷ്ടമില്ലാത്തവർക്ക് അത് അപ്ലൈ ചെയ്യാം. ഇനി ക്രീം ഒട്ടും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുന്നത്തെ പ്രോസസ്സ് എവിടെയാണോ നിർത്തണത് അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് നിർത്താം. പിന്നെ നമ്മൾ ട്രെസ് ലെച്ചസ് കേക്കിനെ 3 മിൽക്ക് കേക്ക് എന്നും കൂടിയും പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ 3 തരത്തിലുള്ള ഒരു മിൽക്ക്, അതായത് 3 തരത്തിലുള്ള മിൽക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സോക്കിംഗ് പ്രോസസ്സൊക്കെ ചെയ്യണത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മളുടെ ട്രെസ് ലെച്ചസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു 5 എഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇടാനായിട്ട് ഞാനൊരു 1/4 കപ്പ് ഷുഗറും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ എഗ് വൈറ്റിനെ നന്നായിട്ട് സ്റ്റിഫായിട്ട് പതപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊരു ബൗളിലോട്ട് ഒഴിക്കുകയാണ്. നമ്മളൊരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ബീറ്റ് ചെയ്യാം. നമുക്ക് ഇത്രയും നന്നായിട്ട് പതഞ്ഞ് വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഇതിലോട്ട് കുറച്ചായിട്ട് നമ്മളുടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ എഗ് വൈറ്റ്സ് ഇവിടെ നന്നായിട്ട് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു എഗ് വൈറ്റിനെ വേറൊരു ബൗളിലോട്ട് മാറ്റാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ യോക്ക് ഞാൻ ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് നമുക്കൊരു 3/4 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം 1/2 കപ്പ് ആഡ് ചെയ്യാണ്. പിന്നെ അതിലോട്ട് ഒരു 1/4 കപ്പ് കൂടി ഇടാം. ഇനി നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നെക്സ്റ്റ് ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിനി ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ ഒന്ന് അരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.4 കപ്പ് മൈദയാണ് ആഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് 1/4 കപ്പ്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്യാൻ പോണത്. ആദ്യം 1 ടീസ്പൂൺ, സെക്കൻഡ് ടീസ്പൂൺ. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഒരു പിഞ്ച് സോൾട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മളിനി ഈ ഇട്ട ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഒരു 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന എഗ് വൈറ്റ് നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് 1 2 ഇൻ്റർവെൽ ആയിട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാം.
നിങ്ങളുടെ കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ച് മിക്സ് ചെയ്യണതിന് പകരം. ഇപ്പം നമ്മൾ മിക്സൊക്കെ നന്നായിട്ട് ഈക്വലായിട്ട് എല്ലായിടത്തും എഗ് വൈറ്റ് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിനെ ഒരു ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലോട്ട് ഞാൻ ഇതിനെ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ എടുത്തേക്കണത് 9x13 ഇഞ്ച് സൈസ് വരുന്ന പാനാണ്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ബാറ്റർ പാനിലൊക്കെ ഒഴിച്ചതിന് ശേഷം ഞാനിത് 150 ഡിഗ്രി സെൽഷ്യസിൽ 30 to 35 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്തിട്ട് കാണാം. നമ്മൾ കേക്ക് ചൂടാറാൻ വെച്ച സമയത്ത് നമ്മളിവിടെ അതിന് വേണ്ടിയിട്ടുള്ള കേക്കിന് വേണ്ടിയിട്ടുള്ള ഒരു മിൽക്ക് മിക്സ്ചർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് നന്നായി തിളപ്പിച്ച് ആറിയ പാലെടുക്കാം, 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ 1 കപ്പ് വിപ്പിംഗ് ക്രീം. ഇത് മൂന്നും കൂടി നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയിട്ടാണ് മിൽക്ക് മിക്സ്ചർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് മൂന്നും കൂടി ഒരു ബൗളിലോട്ട് മാറ്റി മിക്സ് ആക്കാൻ പോവാണ്. നമ്മളെ കേക്ക് ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ താഴത്ത് ഇട്ടിട്ടുണ്ടായിരുന്ന ബട്ടർ പേപ്പറൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ടൂത്ത് പിക്ക് എടുക്കുക. ടൂത്ത് പിക്ക് എടുത്തിട്ട് എല്ലാ സൈഡിലും നമുക്ക് നിറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും നമ്മൾ നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം. നമ്മളുടെ ഈ മിൽക്ക് മിക്സ്ചർ നമ്മളിനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആ നേരത്ത് നമ്മളെ കേക്കിലോട്ട് നന്നായിട്ട് സോക്കായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഹോൾസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിൽക്ക് മിക്സ്ചർ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും എത്തണ പോലെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിനി എന്താ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ചേക്കണ കേക്കിനെ റെഫ്രിജറേറ്ററിൽ ഒരു 2 hours മിനിമം പ്ലേസ് ചെയ്യുക. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, കേക്ക് ഭയങ്കര ഹാർഡായി പോവും. ജസ്റ്റ് സാധാ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ 2 മണിക്കൂറിന് ശേഷം നമ്മളിതിൽ വിപ്പിംഗ് ക്രീം ടോപ്പിംഗ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇനി അത് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പം നമ്മൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളെ കേക്ക് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിനൊന്ന് ഡിസൈൻ ചെയ്യാൻ പോവാം. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1.25 കേക്ക്, അതായത് നമ്മളുടെ ഈ സ്ക്വയർ കട്ടർ വെച്ചിട്ട് 1.25 പീസസ് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഹാഫ് പോർഷൻ ഞാൻ ഡിസൈനിങ് ഒന്നും ചെയ്യാണ്ട് സിമ്പിളായിട്ട് കഴിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. ബാക്കി ഹാഫിനെ ഞാനിവിടെ കട്ട് ചെയ്യാണ്. അപ്പോൾ ജസ്റ്റ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഇതിനൊന്ന് പൊക്കി പ്ലേസ് ചെയ്യാണ്. ഞാനിവിടെ ഒരു പ്രാവശ്യം കൂടിയും എൻ്റെ കട്ടർ ഒന്ന് പ്ലേസ് ചെയ്യാണ്. എനിക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം 1 കപ്പ് വിപ്പിംഗ് ക്രീമും ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് നോസിൽ ഡിസൈനൊക്കെ ചെയ്യണമെങ്കിൽ മാത്രം 1 കപ്പ് എടുത്താൽ മതി. ഞാനിവിടെ
ഈ ഒരു സ്ക്വയർ മാത്രമാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യണുള്ളൂ എന്നുണ്ടെങ്കിൽ ഹാഫ് കപ്പൊക്കെ എടുത്താൽ മതി. അപ്പോൾ എന്നെപ്പോലെ കുറച്ച് മാറ്റി പ്ലെയിൻ ആയിട്ടും ഒരെണ്ണം ഡിസൈനിങ്ങും ആണെങ്കിൽ നമുക്ക് ഹാഫ് കപ്പിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് കംപ്ലീറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് വിപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഐസിങ് ഒരു ലെയർ കൊടുത്തതിന് ശേഷം നമ്മൾ വെച്ചിട്ടുള്ള ഈ ഒരു സ്ക്വയറിനെ താഴത്തുനിന്ന് മേലോട്ടൊന്ന് പൊക്കി കൊടുക്കാം. നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണ്. കറക്റ്റ് സെൻറ്റർ പോർഷൻ വെച്ചിട്ട് കട്ട് ചെയ്യുക. ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് സിന്നമൺ പൗഡർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച്, അധികമല്ല. അതിന് മുകളിൽ നമുക്ക് ഒരു ഡ്രൈഡ് സ്ട്രോബെറി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ കേക്ക് ആൻഡ് ഫ്ലേക്സിൻ്റെ ഗ്രൂപ്പ് ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.